ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണയായി എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില പൊതുവിജ്ഞാന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. 2018 ലോകകപ്പ് ഫുട്ബോൾ വിശേഷങ്ങൾ, പ്രധാന പുരസ്കാരങ്ങൾ, ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള അറിവുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1. 2018 ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസ് പരാജയപ്പെടുത്തിയ ടീം. ആൻസർ: ക്രൊയേഷ്യ. 2. 2018 ലോകകപ്പിൽ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ച വ്യക്തി. ആൻസർ: ലൂക്ക മോഡ്രിച്ച്, ക്രൊയേഷ്യ. 3. 2018 ലോകകപ്പിലെ മികച്ച യുവതാരം. ആൻസർ: കിലിയൻ എംബാപ്പെ, ഫ്രാൻസ്. 4. 2018 ലോകകപ്പിൽ ഫെയർ പ്ലേ ട്രോഫി ലഭിച്ച ടീം. ആൻസർ: സ്പെയിൻ. 5. ലോകകപ്പ് ഫുട്ബോൾ 2018 വിജയികളായ ഫ്രാൻസിന് ലഭിച്ച സമ്മാനത്തുക. ആൻസർ: 260 കോടി. 6. ലോകകപ്പ് ഫുട്ബോൾ 2018 രണ്ടാം സ്ഥാനം ലഭിച്ച രാജ്യം ഏത്? ആൻസർ: ക്രൊയേഷ്യ. 7. രണ്ടാം സമ്മാനമായി ലഭിച്ച തുക എത്ര? ആൻസർ: 191 കോടി. 8. ലോകകപ്പ് ഫുട്ബോൾ 2018 എത്ര ടീമുകളാണ് പങ്കെടുത്തത്? ആൻസർ: 32 ടീമുകൾ. 9. 2022 ലോകകപ്പ് ഫുട്ബോൾ നടന്ന രാജ്യം. ആൻസർ: ഖത്തർ. 10. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ നടന്ന തീയതികൾ. ആൻസർ: 2022 നവംബർ 20 മുതൽ ഡിസംബർ 18 വരെ. 11. പാകിസ്ഥാൻ പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ച ആദ്യ ഹിന്ദു സ്ഥാനാർത്ഥി. ആൻസർ: മഹേഷ് മലാനി. 12. ദേശീയ യൂത്ത് അത്ലറ്റിക് മീറ്റ് 2018 വിജയികൾ. ആൻസർ: ഹരിയാന, 165 പോയിന്റ്. 13. ദേശീയ യൂത്ത് അത്ലറ്റിക് മീറ്റ് 2018 രണ്ടാം സ്ഥാനം ലഭിച്ച ജേതാക്കൾ. ആൻസർ: കേരളം, 150 പോയിന്റ്. 14. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് 2018 നേടിയ താരം. ആൻസർ: നൊവാക് ജോക്കോവിച്ച്. 15. നാളികേര കർഷകരെ രക്ഷിക്കാൻ കൃഷിവകുപ്പ് പുതുതായി ആരംഭിച്ച പദ്ധതി. ആൻസർ: കേരഗ്രാമം പദ്ധതി. 16. ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ നായകനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ആൻസർ: PR ശ്രീജേഷ്. 17. റിസർവ് ബാങ്കിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ആൻസർ: സുധ ബാലകൃഷ്ണൻ. 18. മാൻ ബുക്കർ അന്താരാഷ്ട്ര പുരസ്കാരം 2018 ലഭിച്ച എഴുത്തുകാരി. ആൻസർ: ഓൾഗ ടോകാർചുക്ക്. 19. 350 കിലോമീറ്റർ ദൂരപരിധിയും അണ്വായുധം വഹിക്കാൻ ശേഷിയുമുള്ള ഏതു ബാലിസ്റ്റിക് മിസൈലാണ് ഇന്ത്യ അടുത്തിടെ വീണ്ടും പരീക്ഷിച്ച് വിജയിച്ചത്? ആൻസർ: ധനുഷ്. 20. 2018 പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തികൾ. ആൻസർ: ഗുലാം മുസ്തഫ ഖാൻ. 21. 2018 പത്മഭൂഷൺ ലഭിച്ച മലയാളി. ആൻസർ: ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പോലീത്ത. 22. 2018 പത്മശ്രീ ലഭിച്ച മലയാളികൾ. ആൻസർ: ഡോക്ടർ M.R. രാജഗോപാൽ, ലക്ഷ്മിക്കുട്ടി. 23. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം 2018 നേടിയ ടീം. ആൻസർ: വിദർഭ. 24. അടുത്തിടെ വിജയകരമായി വിക്ഷേപിച്ച ISROയുടെ 100ാം ഉപഗ്രഹം. ആൻസർ: കാർട്ടോസാറ്റ് 2. ഇമ്മന്നൂർ മാധവ ചാക്യാർ പുരസ്കാരം 2018 ലഭിച്ച പ്രതിഭ. ആൻസർ: ഗിരീഷ് കർണാട്. 2. ഓസ്ട്രേലിയൻ ഗ്രൂപ്പിൽ AG അടുത്തിടെ അംഗമായ 43ാമത്തെ രാജ്യം. ആൻസർ: ഇന്ത്യ. 3. സ്വരലയ കൈരളി യേശുദാസ് പുരസ്കാരം 2018 ലഭിച്ച വ്യക്തി. ആൻസർ: വിശാൽ ഭരദ്വാജ്. 4. അടുത്തിടെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കപ്പെട്ട അമേരിക്കയുടെ രഹസ്യ പേടകം. ആൻസർ: സുമ. 5. ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2018 ജേതാവ്. ആൻസർ: വിശ്വനാഥൻ ആനന്ദ്. 6. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ആൻസർ: P. രാമനുണ്ണി. 7. P. രാമനുണ്ണിയുടെ നോവൽ. ആൻസർ: ദൈവത്തിന്റെ പുസ്തകം. 8. ബഷീർ അവാർഡ് 2018 ലഭിച്ച കവി. ആൻസർ: സെബാസ്റ്റ്യൻ. 9. സ്കൂൾ കലോത്സവ കിരീടം 2018 നേടിയ ടീം. ആൻസർ: കോഴിക്കോട്. 10. ക്രോസ്വേഡ് സാഹിത്യ പുരസ്കാരം 2018 ലഭിച്ചവർ. ആൻസർ: സുഭാഷ് ചന്ദ്രൻ EV. ഫാത്തിമ. 11. അങ്കോളയിലെ ഇന്ത്യൻ അംബാസഡറായ മലയാളി. ആൻസർ: ശ്രീകുമാർ മേനോൻ. 12. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ അവാർഡ് 2018 ലഭിച്ച വ്യക്തി. ആൻസർ: ഐമനം ജോൺ. 13. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം 2018 ജേതാവ്. ആൻസർ: റോജർ ഫെഡറർ. 14. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ പൈലറ്റ് അടുത്തിടെ അധികാരത്തിലെത്തി. ആരാണ്? ആൻസർ: ശുഭാംഗി സ്വരൂപ്. 15. 2017 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയ വ്യക്തി. ആൻസർ: ഡോക്ടർ മൻമോഹൻ സിംഗ്. 16. അടുത്തിടെ ആസിയാൻ ഉച്ചകോടി നടന്നതെവിടെ വെച്ചാണ്? ആൻസർ: ഫിലിപ്പൈൻസിലെ മനിലയിൽ. 17. ലോകത്തിലാദ്യമായി റോബോട്ടിന് അടുത്തിടെ പൗരത്വം നൽകിയ രാജ്യം. ആൻസർ: സൗദി അറേബ്യ.
18 സൗദി അറേബ്യ പൗരത്വം നൽകിയ റോബോട്ടിന്റെ പേര്? ആൻസർ സോഫിയ. 19 ഇന്ത്യയിലെ 550 ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഹൈവേ വികസന പദ്ധതി? ആൻസർ ഭാരത് മാല. 20 ഇന്ത്യയിലെ ആദ്യ ISO സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ്? ആൻസർ കവനൂർ, മലപ്പുറം. 21 ഇന്ത്യയുടെ കായിക മന്ത്രി പദത്തിലെത്തിയ ആദ്യ കായിക താരം? ആൻസർ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. 22 ഏഷ്യാകപ്പ് വനിതാ ഹോക്കി 2017 കിരീടം ലഭിച്ച രാജ്യം? ആൻസർ ഇന്ത്യ. 23 പത്മപ്രഭ പുരസ്കാരം 2017 ജേതാവ്? ആൻസർ പ്രഭാവർമ്മ. 24 2018 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ്? ആൻസർ MK സാനു. 2017 മികച്ച വനിതാ താരത്തിനുള്ള ഫിഫ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര്? ആൻസർ ലീക്കെ മാർട്ടിൻസ്, ഹോളണ്ട്. 2 അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ 2017 ഫുട്ബോളർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ക്രിസ്ത്യാനോ റൊണാൾഡോ. 3 2017 മികച്ച കോച്ചിനുള്ള ഫിഫയുടെ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ആൻസർ സിനദിൻ സിദാൻ. 4 2017 ഇന്ത്യക്ക് ലഭിച്ച ഹോക്കി അന്താരാഷ്ട്ര കിരീടം ഏത്? ആൻസർ ഏഷ്യാകപ്പ് ഹോക്കി കിരീടം. 5 ഇന്ദിരാഗാന്ധി ദേശീയോദ്ഗ്രഥന പുരസ്കാരം 2017 ലഭിച്ച വ്യക്തി ആര്? ആൻസർ TM കൃഷ്ണ. 6 പ്രോ കബഡി ലീഗ് 2017 ജേതാക്കൾ ആരാണ്? ആൻസർ പാറ്റ്ന പൈറേറ്റ്സ്. 7 കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ്? ആൻസർ ആശ്രമം ചിൽഡ്രൻസ് പാർക്ക്, കൊല്ലം. 8 കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏത് ജില്ലയിലാണ്? ആൻസർ തിരുവനന്തപുരം, നെട്ടുകാൽത്തേരി. 9 ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ്? ആൻസർ അഗസ്ത്യാർകൂടം. 10 കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ തിരുവനന്തപുരം. 11 കേരളത്തിലെ ഏറ്റവും തെക്കുള്ള നിയമസഭാ മണ്ഡലം ഏത്? ആൻസർ പാറശാല. 12 MN ഗോവിന്ദൻ നായർ ലക്ഷം വീട് പദ്ധതി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ആൻസർ കൊല്ലം. 13 കൊല്ലം നഗരം സ്ഥാപിച്ചതാര്? ആൻസർ സാബിർ ഈശോ. 14 മത്സ്യബന്ധനത്തിനും കശുവണ്ടി വ്യവസായത്തിനും പേരുകേട്ട കേരളത്തിലെ ജില്ല? ആൻസർ കൊല്ലം. 15 ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലം ഏത്? ആൻസർ പന്മന, കൊല്ലം. 16 ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എവിടെയാണ്? ആൻസർ നീണ്ടകര. 17 പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ചരൽക്കുന്ന് സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ പത്തനംതിട്ട. 18 കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏത്? ആൻസർ മല്ലപ്പള്ളി. 19 ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ജില്ല? ആൻസർ പത്തനംതിട്ട. 20 മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് എവിടെയാണ്? ആൻസർ കോഴഞ്ചേരി. 21 മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദീതീരത്താണ്? ആൻസർ പമ്പ. 22 കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ചത് ആര്? ആൻസർ മാർത്താണ്ഡവർമ്മ. 23 രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് എവിടെയാണ്? ആൻസർ മാവേലിക്കര. 24 കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെ? ആൻസർ ആലപ്പുഴ. 25 കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ അമ്പലപ്പുഴ. 26 നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത്? ആൻസർ പുന്നമട കായൽ. 27 കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏത്? ആൻസർ കോട്ടയം. 28 കോട്ടയം പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ മീനച്ചിലാറ്. 29 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം ഏത്? ആൻസർ കോട്ടയം. 30 കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ആൻസർ പാലക്കാട്. 31 വിസ്തൃതിയിൽ കേരളത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഏത്? ആൻസർ ഇടുക്കി. 32 ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ പൈനാവ്. 33 കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല? ആൻസർ ഇടുക്കി. 34 എറണാകുളം ജില്ലയിലെ ആന പരിശീലന കേന്ദ്രം എവിടെയാണ്? ആൻസർ കോടനാട്. 35 എറണാകുളം ജില്ലയുടെ ആസ്ഥാനം എവിടെ? ആൻസർ കാക്കനാട്. 36 കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഏത്? ആൻസർ തിരുവനന്തപുരം, വിസ്തൃതിയിലും ജനസംഖ്യയിലും. 37 കേരളത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ കൊച്ചി. 38 ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്ത്യൻ ദേവാലയം ഏതാണ്? ആൻസർ പുത്തൻപള്ളി, ലൂർദ് കത്തീഡ്രൽ, തൃശൂർ. 39 ശ്രീരാമക്ഷേത്രമായ തൃപ്രയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ തൃശൂർ. 40 ഭരതക്ഷേത്രമായ കൂടൽമാണിക്യം സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ തൃശൂർ. 41 തൃശൂർ പൂരം നടക്കുന്ന മൈതാനം ഏത്? ആൻസർ തേക്കിൻകാട് മൈതാനം.
42. കേരളത്തിലെ ആദ്യ നഗരസഭ മുനിസിപ്പാലിറ്റി ഏതാണ്? ആൻസർ ഫോർട്ട് കൊച്ചി. 43. കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പ്രോജക്റ്റ് നടപ്പിലാക്കിയത് എവിടെയാണ്? ആൻസർ കഞ്ഞിക്കോട്, പാലക്കാട്. 44. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി ജനവിഭാഗമുള്ള ജില്ല? ആൻസർ പാലക്കാട്. 45. കൊക്കക്കോള വിരുദ്ധ സമരം നടന്ന പാലക്കാട് ജില്ലയിലെ പ്രദേശം ഏത്? ആൻസർ പ്ലാച്ചിമട. 46. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? ആൻസർ മലപ്പുറം. പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമായി നാം എല്ലാവരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 46 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഈ വിവരങ്ങൾ വരാനിരിക്കുന്ന പരീക്ഷകൾക്കും അതോടൊപ്പം നിങ്ങളുടെ നിത്യജീവിതത്തിലെ അറിവ് വർദ്ധിപ്പിക്കാനും ഏറെ സഹായകരമാകുമെന്ന് കരുതുന്നു. ഇന്നത്തെ ഈ ചോദ്യങ്ങളിൽ എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ. നമ്മൾ ഇന്ന് പങ്കുവച്ച വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവായി മാറി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.